ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. മുയലച്ഛനും കൂട്ടുകാരൻ കുഞ്ഞിയും. മുയലച്ഛനും കോഴിക്കുഞ്ഞും. രസകരമായ കുട്ടിക്കഥ. ഒരു മനോഹരമായ ഗ്രാമത്തിന്റെ അരികിലെ ചെറിയ കാട്ടിൽ മുയലച്ഛൻ എന്ന വെളുത്ത മുയൽ താമസിച്ചിരുന്നു. അവൻ എല്ലായ്പ്പോഴും കളിയും ഓട്ടവും മാത്രമാണിഷ്ടം. അതേ കാട്ടിൽ കുഞ്ഞി എന്ന മഞ്ഞ നിറമുള്ള ചെറിയ കോഴിക്കുഞ്ഞും ഉണ്ടായിരുന്നു. കുഞ്ഞി വളരെ കൗതുകക്കാരി. എല്ലാം നോക്കിയും ചോദിച്ചും നടക്കും. ഒരു ദിവസം രാവിലെ സൂര്യൻ തെളിഞ്ഞപ്പോൾ ഇരുവരും ചേർന്ന് നടക്കാനിറങ്ങി. പക്ഷികൾ പാടുന്നു, കാറ്റു തണുപ്പായി വീശുന്നു, എല്ലാം വളരെ സന്തോഷകരം. അപ്പോഴാണ് വഴിയരികിൽ ഒരു ചുവന്ന മാപ്പ് കിടക്കുന്നത് കുഞ്ഞി കണ്ടത്. മുയലച്ച, ഇതെന്താ? കുഞ്ഞി ചോദിച്ചു. മുയലച്ചൻ മാപ്പെടുത്ത് നോക്കി. അതിലൊരു വലിയ ക്യാരറ്റിന്റെ ചിത്രം. അതിന്റെ താഴെ എഴുതിയിരുന്നത്, സ്വർണ്ണ ക്യാരറ്റിലേക്കുള്ള രഹസ്യ വഴി. വാ വാ, നമുക്കത് കണ്ടെത്താം. മുയലച്ചൻ ആവേശത്തോടെ ചാടി. ഇരുവരും മാപ്പ് നോക്കി യാത്ര തുടങ്ങി. ആദ്യം അവരെത്തിയത് ഒരു ചെറു നദിക്കരയിൽ. നദിക്ക് മുകളിലെ പഴയ മരപ്പാലം കാറ്റിലാടിക്കൊണ്ടിരുന്നു. മുയലച്ചൻ ധൈര്യമായി പറഞ്ഞു, ഞാൻ ആദ്യം പോകാം. അവൻ പാലത്തിലേക്ക് കയറിയതു മാത്രം. ക്രീക്ക് ക്രീക്ക്. പാലം ഇളകാൻ തുടങ്ങി. മുയലച്ചൻ പേടിച്ചു വിറച്ചു. പക്ഷേ കുഞ്ഞി ശാന്തമായി പറഞ്ഞു, മുയലച്ച, പതുക്കെ നടക്കൂ. അവൻ പതുക്കെ നടന്നു. അങ്ങനെ ഇരുവരും സുരക്ഷിതമായി നദി കടന്നു. കുറച്ചു ദൂരം പോയപ്പോൾ വലിയൊരു മരത്തിന്റെ മുന്നിലെത്തി. മരത്തിൽ പല പഴങ്ങളും തൂങ്ങി നിൽക്കുന്നു. മുയലച്ചൻ മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു പഴുത്ത മാമ്പഴം നേരെ അവന്റെ തലയിൽ വീണു. അയ്യോ എന്നു പറഞ്ഞ് അവൻ ചുറ്റിത്തിരിഞ്ഞു. കുഞ്ഞ് ചിരിച്ച് ചിരിച്ച് നിലത്തിരുന്നു. അവസാനം അവരൊരു ചെറിയ കുന്നിന്റെ മുകളിലെത്തി. അവിടെ മണ്ണിനടിയിൽ എന്തോ തിളങ്ങുന്നത് കണ്ടു. ഇരുവരും ചേർന്ന് മണ്ണ് നീക്കി നോക്കിയപ്പോൾ ഒരു വലിയ സ്വർണ്ണ നിറമുള്ള ക്യാരറ്റ്. പക്ഷേ അത് യഥാർത്ഥ സ്വർണമായിരുന്നില്ല. അത് മുഴുവൻ മധുര പലഹാരത്തിലുണ്ടാക്കിയ പ്രത്യേക ക്യാരറ്റ്. ഇത് നമുക്ക് രണ്ടുപേർക്കും, കുഞ്ഞി സന്തോഷത്തോടെ പറഞ്ഞു. അവരിരുന്ന് ആ മധുര ക്യാരറ്റ് പങ്കിട്ട് തിന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുവരും വീട്ടിലേക്ക് മടങ്ങി. ആ ദിവസം മുയലച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കി. വേഗത്തിൽ ഓടുന്നതിലും നല്ല കൂട്ടുകാരൻ കൂടെയുണ്ടാകുന്നതാണ് കൂടുതൽ സന്തോഷം. ഗുണപാഠം: വേഗത്തിൽ ഓടുന്നതിനേക്കാൾ നല്ലൊരു കൂട്ടുകാരൻ കൂടെയുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോക കഥയിൽ